ഓരോ ദിവസവും ഓരോ സിനിമകളുടെ അനൗൺസ്മെൻറ്റ് നമ്മൾ കാണാറുണ്ട്. അതിൽ ചില സിനിമകളൊക്കെ സംഭവിക്കും, ചിലത് മുടങ്ങിപ്പോവും, അല്ലെങ്കിൽ നടക്കാതിരിക്കില്ല, പലതുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ചില സിനിമകളെക്കുറിച്ചൊക്കെ അത്ര നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും അതുപോലത്തുള്ള ഒരു 2-3 സിനിമകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് 2007 ജനുവരിയിലെ ഒരു ന്യൂസാണ്. ഇത് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പേജാണ്, ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇതിൽ ഒരു പേജാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു പേജിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ആ തൊട്ട് മുമ്പത്തെ പേജിൽ എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു പേജിൻ്റെ തുടക്കത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചാണ്. അതിൽ എഴുതിയിരിക്കുന്നത് മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ, ഇന്ദ്രജിത്തും മണിക്കുട്ടനും ഉണ്ട്, ഓട്ടോ ഡ്രൈവറായി ഭാവന വരുന്നു. അപ്പോൾ അത് ചോട്ടാ മുംബൈയെക്കുറിച്ചാണ്. കാരണം 2007 ജനുവരിയിലാണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ്. അതായത് അനൗൺസ്മെൻ്റ് അല്ല, ശരിക്കും ഷൂട്ട് നടക്കുന്നു എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ജനുവരി 2007 ആയിരുന്നു ചോട്ടാ മുംബൈയുടെ ഷൂട്ടൊക്കെ നടന്നത്. 2007 വിഷു ഏപ്രിൽ ആണ് ചോട്ടാ മുംബൈ റിലീസായത്. ഇതിൽ മറ്റൊരു സിനിമ കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഇനി പാലാ പാപ്പച്ചൻ. TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത കോട്ടയം കുഞ്ഞച്ചനെ ആരാധിക്കുന്ന നായക കഥാപാത്രമായി സുരേഷ് ബാബുവിൻ്റെ അനിയൻ TSG ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു. നമുക്കറിയാം സുരേഷ് ബാബു എന്ന സംവിധായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും മികച്ച സിനിമയും ഏറ്റവും വലിയൊരു ഹിറ്റും കോട്ടയം കുഞ്ഞച്ചനാണ്. കോട്ടയം കുഞ്ഞച്ചൻ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ജീവിതം കൊടുത്തത്. ഡെന്നിസ് ജോസഫ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ കോട്ടയം കുഞ്ഞച്ചൻ, അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്, കോട്ടയം കുഞ്ഞച്ചൻ്റെ ബാധ ഇത്രത്തോളം ഏറ്റ ഒരു സംവിധായകൻ, അതായത് ഒരു സിനിമ ചെയ്ത ആ ഒരു സിനിമയുടെ ബാധയും കൊണ്ട് നടക്കുന്ന ഒരു സംവിധായകൻ കളിയാക്കി പറയാറുണ്ട്. ശരിയാണ്, സുരേഷ് ബാബു പിന്നീട് ചെയ്ത പല സിനിമകളും അതിൻ്റെ ഒരു അച്ചായൻ ആ ഒരു കൾച്ചറുള്ള സിനിമകളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ TSGയും ഒരുപാട് സിനിമകളൊക്കെ, ചെറിയ സിനിമകളാണ് കൂടുതൽ. അദ്ദേഹം മനോജ് കെ ജയനെയൊക്കെ വെച്ചിട്ടുള്ള ചില ലോ ബഡ്ജറ്റ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചിരിക്കുടുക്ക എന്ന് പറയുന്ന സിനിമയുടെയൊക്കെ സംവിധാനമാണ്. സീരിയലിലൂടെ പിന്നീട് ഒരുപാട് ഹിറ്റ് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. പാലാ പാപ്പച്ചൻ എന്നാണ് ഒരു സിനിമയുടെ പേര്. കിടപ്പുമുറിയിൽ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുകയും കഴുത്തിൽ കുഞ്ഞച്ചൻ്റെ പടമുള്ള ലോക്കറ്റ് അണിഞ്ഞ് നടക്കുകയും ചെയ്യുന്ന പാലാ പാപ്പച്ചനായി വരുന്നത് കലാഭവൻ മണി. രചന ജയൻ പൂജപ്പുര. അപ്പോൾ കലാഭവൻ മണിയും 2007 എന്ന് പറയുന്നൊരു വർഷമൊക്കെ എത്തിയപ്പോൾ അദ്ദേഹം നായകനായിട്ട് തിളങ്ങുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ചോട്ടാ മുംബൈയിൽ വില്ലനായിട്ടുണ്ട്. പക്ഷേ 2004 ബഡാ ദോസ്ത് ബെൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം നായകനായിട്ട് താരമൂല്യം കുത്തനെ ഉയർന്ന ഒരു നടനാണ് കലാഭവൻ മണി. അതിനുശേഷം അദ്ദേഹം ഒരുപാട് നായക സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ചോട്ടാ മുംബൈയിൽ വില്ലൻ വേഷം ചെയ്തു, നസ്രാണിയിൽ മമ്മൂക്കയോടൊപ്പം ചെയ്തു. അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ക്യാരക്ടർ റോളുകളും വില്ലൻ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലും ചെയ്തിരുന്നത് നായക വേഷമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ്. പക്ഷേ ഈ ഒരു സിനിമ സംഭവിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അറിയില്ല. അതിനുശേഷം 2008 ഇത് 2007 വൺ വേ ടിക്കറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലെ മമ്മൂട്ടി ഫാനായിട്ട് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മമ്മൂക്ക ഗസ്റ്റ് റോളായിട്ട് വന്നിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു കഥാപാത്രത്തിൻ്റെ, കോട്ടയം കുഞ്ഞച്ചനെ ആരാധിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കലാഭവൻ മണി. പക്ഷേ ഈ ഒരു സിനിമ സംഭവിച്ചിട്ടില്ല. അത് എന്താണ് കാരണമെന്നറിയില്ല. പിന്നെ മറ്റൊരു വാർത്ത, വീണ്ടും പത്രപ്രവർത്തകൻ. അതായത് ന്യൂഡൽഹിക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും പത്രപ്രവർത്തകനാകുന്നു. സന്തോഷ് ശിവന്റെ സഹസംവിധായകനായിരുന്ന KR കമലാണ് സംവിധായകൻ. ഇത്തവണ പത്രം ഉടമയല്ല, റിപ്പോർട്ടറാണ്. ലൊക്കേഷൻ ന്യൂഡൽഹി. അതായത് മമ്മൂട്ടീനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന, അല്ലെങ്കിൽ സിനിമ ജീവിതത്തിലെ ഒരു മമ്മൂട്ടിക്ക് വലിയൊരു ബ്രേക്ക് കൊടുത്ത തിരിച്ചുവരവ് ഒഴുക്കി മമ്മൂട്ടി എന്നുള്ള നടൻ ഇന്നും മെഗാസ്റ്റാറായി നിലനിൽക്കുന്നതിൽ പ്രധാന ഒരു കാരണം, ഒരു അടിത്തറ പാകിയ ഒരു സിനിമയാണ് ന്യൂഡൽഹി. ജോഷിയും ഡെന്നിസ് ജോസഫിൻ്റെ ഒരു ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ പറയാം നമുക്കത്. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി ഒരു റിപ്പോർട്ടറായിട്ട്, അതിൽ നമുക്കറിയാം ഒരു പത്ര ഉടമയാണ്, ഇതിലൊരു റിപ്പോർട്ടറായിട്ടാണ് മമ്മൂട്ടി വരുന്നത്. ഒരു പുതുമുഖ സംവിധായകനാണ്. അതായത് ഇത് ഏകദേശം എത്ര വർഷം മുമ്പാണ്, 2007 മമ്മൂക്ക ഇന്നും പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നത്. അന്നും സന്തോഷ് ശിവൻ്റെ സഹസംവിധായകനായ KR കമലിനാണ് ഡേറ്റ് കൊടുത്തത്. പക്ഷേ ആ സിനിമയും അന്ന് സംഭവിച്ചിട്ടില്ല. പിന്നെ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു വാർത്തയാണ്, ഒരു ഗൗതം ചിത്രം. അതായത് കാക്ക വേട്ടയാട് വിളയാട് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗൗതം മേനോൻ മലയാളത്തിൽ ഒരു സിനിമ ഒരുക്കുന്നു. മോഹൻലാലാണ് നായകൻ. ഇതിൻ്റെ നിർമ്മാണം ആൻ്റണി പെരുമ്പാവൂർ. അപ്പോൾ ഇതും അന്ന് വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. കാരണം നമുക്കറിയാം ഗൗതം മേനോൻ അദ്ദേഹം മലയാളിയാണ്, തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർന്നത്. അദ്ദേഹം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും വളരെ വലിയ ആരാധകനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന പോലെ വേട്ടയാട് വിളയുടെ ആദ്യം അന്ന് മലയാളത്തിൽ ചെയ്യാനായിരുന്ന ഒരു സിനിമ ആയിരുന്നു. മലയാളത്തിലാണോ അതോ മലയാളം തമിഴിൽ കൂടിയാണ്. അതായത് അന്ന് മോഹൻലാലിനെയാണ് ഉദ്ദേശിച്ചിരുന്നത് ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാനായിട്ട്. പക്ഷേ പല കാരണങ്ങളും നടക്കാതെയാണ് പിന്നീട് കമൽഹാസൻ്റെ അടുത്ത് എത്തിയതും. അന്ന് നമുക്കറിയാം, നമ്മുടെ വേട്ടയാട് വിളയാടിനെ കുറിച്ച് നമ്മളൊരു സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു സിനിമ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ.
അപ്പോൾ കാക്കയും വേട്ടയാട് വിളയാടും കഴിഞ്ഞിട്ട് അദ്ദേഹം മോഹൻലാലിനെ വെച്ചിട്ടാണ് ഒരു സിനിമ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ സിനിമയും സംഭവിച്ചില്ല. അത് പറഞ്ഞ പോലെ പല കാരണങ്ങൾ ഉണ്ടാവാം. ആൻ്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ചിലപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഡേറ്റ് ഇഷ്യൂസോ പല കാരണങ്ങൾ കൊണ്ട് ഒരു സിനിമ മുടങ്ങിപ്പോവാം. പിന്നെ അതിനുശേഷം പിന്നെ അധികം എനിക്ക് തോന്നുന്നു വാരണമായിരം എന്നുള്ള സിനിമയിലും അന്ന് ഇന്ന് സൂര്യയാണ് അച്ഛനും മകനായിട്ട് ഡബിൾ റോൾ ചെയ്തത്. അന്ന് സൂര്യയുടെ അച്ഛനായിട്ട് മോഹൻലാലും ആലോചിച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം ഗൗതം മേനോൻ വീണ്ടും നടനായിട്ട് വരസി ബസൂക്ക എന്നുള്ള സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. മമ്മൂക്കേനെ വെച്ച് ഡൊമിനിക് ആൻഡ് ലേഡീസ് വേഴ്സസ് എന്നുള്ള സിനിമ ചെയ്തു. ഒരു എന്താ പറയുക, ഒരു ഫാൻ ബോയ് മൊമെൻ്റ് ഒക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 3 സിനിമകളും, അതായത് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ ഇതിലൊരു പേജിൽ 3 അനൗൺസ്മെൻ്റ് ആണ്. ഇത് 3ഉം സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞ പാലാ പാപ്പച്ചനായാലും മമ്മൂട്ടി റിപ്പോർട്ടറായിട്ട് വരുന്ന ഈ KR കമൽ എന്നുള്ള സംവിധായകൻ്റെ സിനിമയായാലും ഈ പറയുന്ന ഗൗതം മേനോൻ മോഹൻലാൽ വെച്ച് പ്ലാൻ ചെയ്ത സിനിമകളായാലും അതൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പിടിയുണ്ടെങ്കിൽ, എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റ് ചെയ്യാം.